അത് എഴുതിയതല്ലേ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ ഹെഡിങ് എഴുതിയോ? അല്ല, അത് നമ്മൾ ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് പോകാൻ കാരണക്കാരനായ സാധനങ്ങളെ പറ്റി എഴുതിയത്. അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പോവാ. മോഡൽ ഇത് മറ്റേ മോള് വേണമെങ്കിൽ ടുവേർഡ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതിക്കും. ആ മോളിലത്തെ ഹെഡിങ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതാതെ ടുവേർഡ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതിക്കും. ഇനി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതാം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എഴുതുക. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനകത്ത് നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ചത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വഴി തെളിയിച്ച കുറച്ച് കാര്യങ്ങളാണ്. എന്താ? ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണ്ടുപിടിച്ചു. അതേപോലെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബോറിന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്, അവിടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡല് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അത് ഹൈസൻബർഗും ഷ്രോഡിംഗറും കൂടെ ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഇത് നോക്കി ഓരോ ഡോട്ട് ആയിട്ട് എഴുതിക്കോ. സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നതിനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇതിന്റെയൊക്കെ മോഷനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരെന്താണെന്നറിയോ? ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ കുറച്ചുകൂടെ സൈസ് കൂടിയ പാർട്ടിക്കിൾ, അതായത് നമ്മുടെയൊക്കെ മോഷനെ പറ്റി പഠിക്കുന്ന ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. ഓക്കെ, അത് ഓർത്തോണം കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഡോട്ട് ഇട്ട് എഴുതിക്കോ. ക്വാണ്ടം മെക്കാനിക്സ് വാസ് independently developed by Heisenberg and Schrödinger was developed independently developed by Heisenberg and Schrödinger. SCHRODINGER. ഈ ഷ്രോഡിംഗർ ഒരു ഇക്വേഷൻ തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺ ബോർ എന്താ പറയുന്നത്? ബോർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൃത്യമായിട്ട് ഒരു ഷെല്ലിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പം കൃത്യമായിട്ട് ഇലക്ട്രോണിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ ഹൈസൻബർഗ് എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനകത്തൂടെ പറഞ്ഞത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലൊക്കേറ്റ് ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി, അല്ലെങ്കിൽ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഇലക്ട്രോൺ വിത്ത് അബ്സല്യൂട്ട് അക്യുറസി എന്നാണ് പറഞ്ഞത്. ഇല്ലേ? അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാവും. അതിനർത്ഥം എന്താ? ഇലക്ട്രോണിന്റെ പൊസിഷൻ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ ഉള്ള റീജിയൻ, അല്ലെങ്കിൽ ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള റീജിയനെ പറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ സബ്ഷെല്ലുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെന്ന് പഠിച്ചെങ്കിൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെല്ലിനകത്തും സബ്ഷെൽ റീജിയൻ ഉണ്ട്. ആ സബ്ഷെൽ റീജിയനകത്ത് ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ കാണപ്പെടുന്നത്. ഇന്ന ഭാഗത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അതിനെ പറ്റിയാണ് പുള്ളി പഠിച്ചത്. അപ്പൊ അതിനുള്ള പുള്ളി ഒരു ഇക്വേഷൻ ഒക്കെ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഷ്രോഡിംഗർ ഇക്വേഷൻ. അതിനെ നമ്മൾ ഇങ്ങനെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇട്ടിട്ട് ഒരു ഈസ് എന്നിട്ട് എങ്ങനെ എഴുതിയാൽ എച്ച്, ഇതിനെ സൈ എന്നാണ് പറയുന്നത്, ശൂലം പോലെ വരയ്ക്കണം. എച്ച് സൈ ഈസ് ഇക്വൽ ടു ഈസ് ഏതാ? ശൂലം. ഇങ്ങനെ വരച്ചാൽ മതി, ശൂലം പോലെ വരയ്ക്കാം. എച്ച് സൈ ഈസ് ഇക്വൽ ടു ഈ സൈ. ഇത് ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. സൈ പി എസ് ഐ ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് പറയാ. എച്ച് എന്ന് പറഞ്ഞ എച്ച് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ
ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയോ? ഫിസിക്സിലും മാത്സിലും ഒക്കെ നമ്മൾ ഇതുവരെ പഠിച്ച ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്ലസ്, മൈനസ്, ഡിവൈഡ്, ഇൻറ്റു, പിന്നെ ഈ വർഷം 2 ഓപ്പറേറ്ററുകൾ പഠിച്ചു, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. അതിന്റെ കൂടെ എക്സ്ട്രാ ഉള്ളൊരു അതേപോലെ തന്നെ ഒരു ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ പഠിക്കാൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താണ് പ്രൊണൗൺസ് ചെയ്യുന്നത് PSI എന്നാണ്. അതെന്താണ് അറിയോ? ഈസ് വേവ് ഫംഗ്ഷൻ ആണ്. വേവ് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ഈസ് എനർജി ഓഫ് സിസ്റ്റം. എനർജി ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ എന്താണ് കൈനറ്റിക് എനർജി ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിളും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എന്താണ് റിപ്പൾഷനും അട്രാക്ഷനും എല്ലാം കൂടെ ചേർന്ന് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്, അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്, ഇല്ലേ? പിന്നെ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഹമ്പിൾ ആയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്താ എഴുതേണ്ടി വരും? എന്താ in atom എന്താ kinetic energy of subatomic particle ഉണ്ട് plus potential energy of attraction and repulsive force between എന്താണ് electrons and nucleus എന്നൊക്കെ പറഞ്ഞു എഴുതേണ്ടി വരും. ഒന്നും വേണ്ട. ഓക്കെ, ഇനി അടുത്തത് ഏതാ? അത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും, സാധ്യത വളരെ കുറവാണ്, എന്നാലും പഠിച്ചോണം. ഓക്കെ, ഇനി എന്താണെന്ന് അറിയാമോ? അതായത് ഈ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ മുതൽ നിങ്ങൾക്ക് എഴുതണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അത് എഴുതാനുള്ളത് ഞാൻ പറഞ്ഞുതരാം, അവിടെ മാത്രം എഴുതിയാൽ മതി. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഇലക്ട്രോൺ ഉള്ള ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ വേവ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ടാണ് പോകും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഹൈറ്റ്. ഇലക്ട്രോൺ ഉള്ള ഭാഗത്ത് വരുമ്പോഴത്തേക്കും വേവ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ എല്ലാം ഇതും വേവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാമേ. ക്ലാസ്സിൽ 3 ആൾക്കാരുണ്ട്, 3 ടൈപ്പ് ആൾക്കാർ, 3 ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ഒന്ന് പഠിപ്പികളാണ്, ഒന്ന് പഠിപ്പി, ഒരു വിഭാഗം പഠിപ്പി, ഒന്ന് സ്പോർട്സ്, ഇല്ലേ? ഒന്ന് സ്പോർട്സ്, പിന്നെ കുറച്ച് തീറ്റപ്രാന്തന്മാരും കാണും, അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ ഇവരെ ഒരു വേവ് ഫംഗ്ഷൻ വെച്ച് ഇവരെ റെപ്രസെന്റ് ചെയ്യാൻ പോവാം. അപ്പം ക്ലാസ്സിൽ 3 ടൈപ്പ് ആൾക്കാരുണ്ട്, സ്കൂളിൽ 3 ഏരിയ ഉണ്ട്. അതായത് ഒന്ന് എന്താണ്, ഒന്ന് ക്ലാസ് റൂം, ഒന്ന് എന്താ ഗ്രൗണ്ട്, ഒന്ന് ക്യാൻറ്റീൻ, ബാത്റൂം നല്ലതാണ്. ഓക്കെ, ക്യാൻറ്റീൻ. ഓക്കെ, ഇവിടെ നോക്കിയോ, അല്ലേ? ശ്രദ്ധിച്ചോ, ക്യാൻറ്റീൻ. അപ്പം ഈ പഠിപ്പികളുടെ വേവ് ഫംഗ്ഷൻ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. പഠിപ്പികളെ ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പഠിപ്പികളെ ഇതൊന്നും വരയ്ക്കാനുള്ള മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. പഠിപ്പികളെ ഞാൻ ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകും. അപ്പൊ പഠിപ്പികളുടെ വേവ് വരച്ചു കഴിഞ്ഞാൽ അവരുടെ വേവ് എവിടെ ആയിരിക്കും കൂടുന്നത്? ഈ ക്ലാസ്സിലായിരിക്കും, അല്ലേ? അവർ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങത്തില്ല. അവരുടെ വേവ് ഫംഗ്ഷൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇവിടെ ആയിരിക്കും. പിന്നെ ക്യാൻറ്റീനിൽ തീറ്റ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇച്ചിരി വേവ് ഒക്കെ കാണിക്കും ഇങ്ങനെ, അല്ലേ? എന്നാൽ സ്പോർട്സുകാരാണെങ്കിൽ അവർ ഇവിടെ വളരെ കുറവായിരിക്കും, പക്ഷെ ഗ്രൗണ്ടിൽ നല്ലതായിരിക്കും. പിന്നെ അവർ അത്യാവശ്യം നല്ല തിന്നുന്ന ആളായതുകൊണ്ട് അവരുടെയും ഒരു ചെറിയ സാന്നിധ്യം കാണും. ഇനി നേരെ മറിച്ച് ഫുഡി ആണെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് കാണുമായിരിക്കും, ഗ്രൗണ്ടിൽ ഒട്ടും കാണുന്നില്ല, ശരീരം ഇറങ്ങാൻ വയ്യാത്തവരാണ്. പിന്നെന്താ, ഈ ക്യാൻറ്റീനിലായിരിക്കും അവരുടെ ഫുൾ എന്താണ്, അവർ കിടന്ന് ഉറങ്ങുന്നതാണ്, ഇല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ എന്താ ഇലക്ട്രോൺസിനെ ഇതാക്കുന്നത്. ഒരു ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഇന്ന ഏരിയ വരുമ്പോൾ ആ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഒരു വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട്. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇതിനെയൊക്കെ പല രീതിയിലൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷന് അപ്പം നിന്നാൽ മതി, ഇങ്ങനെ കുഴി എണ്ണുണ്ടാകും. അപ്പൊ കുഴി എണ്ണി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, വേവ് ഫംഗ്ഷൻ എന്താ, വേവ് എങ്ങനെയാ വരുന്നത് എന്നൊക്കെ പണ്ടുള്ള പിള്ളേരൊക്കെ ഒത്തിരി ഡൗട്ട് ചോദിക്കായിരുന്നു. അപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ജസ്റ്റ് ഈ വേവ് ഫംഗ്ഷൻ, ഈ ഇക്വേഷനൊക്കെ ഇവർ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും വേവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം, തിങ്ക് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ തിങ്ക് ചെയ്താൽ ഒരു ഇലക്ട്രോണിനെ ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന്റെ സാന്നിധ്യം കൂടുതലുള്ളവർക്ക് വേവ് ഭയങ്കരമായി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൺലൈനിലുള്ളവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. ഇനി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന നമ്പർ അല്ല, അതൊരു വേവാണ്. വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതല്ലേ പറയുന്നത്. അപ്പം തന്നെ ഒരു കുഴി എണ്ണ ഉണ്ടാകുന്നു. ഓക്കെ, ഇത് നോക്കിയോ,
ഇത് നോക്കിയോ. ഇനി താഴോട്ട് ഇട്ടിട്ട് താഴോട്ട് ഒരു ഡോട്ട് ഇടുക. ഇത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇനി നോക്കിയോ, ദ ഇലക്ട്രോൺ ഈ തിയറി വെച്ചിട്ടാണ്. ദ ഇലക്ട്രോൺ in atom is quantized ആണ് PISCD. ഈ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണല്ലോ, ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിന്റെയും പൊസിഷൻ അനുസരിച്ചായിരിക്കും അതിന്റെ എനർജി. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ എനർജി വേരിയേഷൻ ഉണ്ടാകും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ആയിരിക്കത്തില്ല എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി, കാരണം എനർജി കുറച്ച് കൂടുതലായിരിക്കും. അപ്പം അതാണ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ്, ഫിക്സഡ് ഉണ്ട് ഓരോന്നിനും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി മറ്റേ ആൾ തന്നെ കണ്ടുപിടിച്ചു. എന്തുവാ ബോറും അത് തന്നെ പറഞ്ഞത്. ഓരോ ഷെല്ലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവര്. ഇനി അടുത്തത് ഇതുണ്ട്, ദ probability of finding electrons is directly proportional to എവിടെ വരുമ്പോഴാണ് ഇലക്ട്രോൺ ഭയങ്കരമായിട്ട് ഇതാവുന്നത്? ആ വേവ് ഫംഗ്ഷന്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ വരും. അപ്പൊ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാ? സൈ വെച്ചിട്ട്. അപ്പൊ ആ സൈ പ്രോബബിലിറ്റി ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി of finding electron is directly proportional to modulus of psi square. ഓൾറെഡി നമ്മൾ പറഞ്ഞു എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺ സാധ്യതയുള്ളടത്ത് വരുമ്പോഴത്തേക്ക് ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? വേവ് ഇച്ചിരി വലുതാവും അല്ലേ? അങ്ങനെ കൺസിഡർ ചെയ്താൽ where modulus of psi square is called probability density. Probability density. ഇനി എഴുതേണ്ടത് if we solve Schrodinger equation we will get every information about atom, about atom. That is allowed energy levels and corresponding wave function. Corresponding wave function. അടുത്ത എഴുതേണ്ടത് ആറ്റോമിക് ഓർബിറ്റൽ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഷെല്ലിനകത്ത് എവിടെ ആയിരിക്കുന്നത് ഇലക്ട്രോൺസ്? ശരിക്കും സബ്ഷെല്ലിനകത്തായിരിക്കുന്നത്. ഈ സബ്ഷെല്ലിന്റെ വേറെ പേരാണ് ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഓർബിറ്റലിലാണ് എവിടെ ആയിരിക്കുന്നത്? ഷെല്ലിനകത്താണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഷെല്ലിനകത്ത് എവിടെ ആയിരിക്കുന്നത്? ഷെല്ലിനകത്ത് സബ്ഷെല്ല്. ഈ സബ്ഷെല്ലിന്റെ വേറെ പേരാണ് ആറ്റോമിക് ഓർബിറ്റൽ. അപ്പൊ ആറ്റോമിക് ഓർബിറ്റൽ ഇന്ന ഭാഗത്ത് വരുന്ന സമയത്ത് വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയോ, ആറ്റോമിക് ഓർബിറ്റൽ ഈസ് ദ വേവ് ഫംഗ്ഷൻ ഫോർ ആൻ ഇലക്ട്രോൺ. ഇനി എന്തായാലും ചോദിച്ചതിന് ഒരു മറുപടി ഞാൻ ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് തരാം. ചിലപ്പം അത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ, ഓണം പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. significance of phi
പൈയും സൈയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ പൈ ഉണ്ട്, സൈ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് സൈ. ശരിക്കും ഈ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ, അതായത് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നോ ഫിസിക്കൽ മീനിങ്, ബട്ട് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ, എന്താണ്, അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോൺ കൂടുതലുള്ള ഭാഗം അല്ലെങ്കിൽ ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്കൽ മീനിങ് ഇല്ല. അത്ര മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ട. അപ്പൊ ഇങ്ങനെ എഴുതിയോ, ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ function and it has no physical meaning. ഇതിനകത്തൊന്ന് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആരാ കണ്ടുപിടിച്ചത്? അതിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ ചോദിക്കാം, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്. ഷ്രോഡിംഗർ ഇക്വേഷന്റെ പ്രോപ്പർട്ടി എന്താ? ഈ കുത്തുകുത്തിട്ട് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ പ്രോപ്പർട്ടി. അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക, അങ്ങനെ ചോദിക്കത്തില്ല. അതിലും വലിയ സാധനങ്ങൾ ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇനിയും അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത് ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളാണ്. ഈ അടുത്ത് പഠിപ്പിക്കാൻ അവിടുന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. 5 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തുനിന്നായിരിക്കും. അത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വെച്ചിട്ടാണ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടുന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഇതിന് മുമ്പ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഷൂറാ മസ്റ്റായിട്ട് ചോദിക്കും. പിന്നെ ഏതാ, ഡി ബ്രോഗ്ലി ചോദിക്കും, ആൻസർ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിക്കും. പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ചോദിക്കാം സാധ്യതയുണ്ട്. പിന്നെ ബോറിന്റെ പോസ്റ്റുലേറ്റ് ചോദിക്കാം. പിന്നെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചോദിക്കാം. പിന്നെ ലിമിറ്റേഷൻസ് ആൻഡ് ഡ്രോബാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. ആറ്റോമിക് സ്പെക്ട്രം ചോദിക്കാം. ചോദിച്ചാ അതാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇനി ലാസ്റ്റ് പരീക്ഷയ്ക്ക് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ ഒന്നും ചോദിക്കില്ല. ബ്ലാക്ക് ബോർഡ് ലാസ്റ്റ് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ചോദിക്കും. രണ്ട് ഇനിയിപ്പോ പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ പാട് നമ്പറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫ്ബോ പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തു അതേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി നോക്കിയോ, അടുത്തത് നോക്കിയോ, ഇതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യം കൂടെ എഴുതിക്കോ. all the information about the electrons in an atom is stored in its orbital wave function. ഇനി എന്താ, it may be positive or negative. അതുപോലെ സിഗ്നിഫിക്കൻസ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്നത്. but ഇതിന്റെ ബാക്കി എഴുതുന്നു. but psi square has some physical significance as it gives the probability of finding an electron at a point. Within an atom and is always positive ഇനി മുതൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ, അപ്പം അത് ഒന്ന് നോക്കാം. ഇത് എഴുതിയോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനഘ, അലൻ, അനുഷ്ക, അർജുൻ, ക്രിസിൻ, ജോഷുവ, ജ്യോതിസ്,
പാർവണ, സൂര്യഗായത്രി, ഇത്രയും പേർക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് പറ പെട്ടെന്നാട്ടെ. ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന മോഡൽ എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. അത് കണ്ടുപിടിച്ച് അത് എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒരു കാരണമായി, പിന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒരു കാരണമായി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഒരിക്കലും ഇലക്ട്രോണിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പകരം പ്രോബബിലിറ്റിയെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ആ പ്രോബബിൾ ആയിട്ടുള്ള റീജിയനെ നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നതാണ് പറയുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ഈ ഓർബിറ്റലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. ഓക്കെ, ഓർബിറ്റൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ 281 എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ പഠിച്ചത്, അല്ലേ? എന്നാൽ അങ്ങനല്ല, 1s2 2s2 2p6 3s2 3p6 4s2 4 അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനിയും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നും അതെങ്ങനെ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഓർബിറ്റൽ. ഓർബിറ്റൽ 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 ഇനി മുതൽ ഇങ്ങോട്ട് താഴോട്ടുണ്ട് കുറെ. ഓർബിറ്റൽ എഴുതിക്കോ, ഓർബിറ്റൽ. The three-dimensional region of space around the nucleus where the probability to find an electron is maximum is called atomic orbital. അതായത് ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റിനുമുള്ള ഒരു 3-dimensional റീജിയൻ ആണ്. ആ റീജിയനിൽ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതിനെയാണ് ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ മുതൽ ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. കുറെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ആറ്റോമിക് ഓർബിറ്റൽ എങ്ങനെയായിരിക്കുന്നത്? ആറ്റോമിക് ഓർബിറ്റൽ ഇപ്പൊ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് വെളിയിലാണ് ആറ്റോമിക് ഓർബിറ്റൽ ഇരിക്കുന്നത്. 3-dimensional, എല്ലാ ഡയമെൻഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റലും ഉണ്ട്, ഓരോ ഓർബിറ്റലിനും ഓരോ ഷേപ്പാണ്. അപ്പൊ അതെങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കാൻ പോയി നമുക്ക് കൺഫ്യൂഷൻ വരും. അതിപ്പോ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും, പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ എഴുതുക. ഇനി ഇത് ഡോട്ട് ഇട്ട് വേണം എഴുതാം. താഴോട്ട് ഒരു ഡോട്ട് എഴുതിക്കോ. The state of electron in any atom described by its location with respect to WR2 എന്ന് എഴുതുവാണെങ്കിൽ with respect to nucleus and by its energy is called principal quantum numbers അതായത് ഇലക്ട്രോണിന്റെ എല്ലാ ഇൻഫോർമേഷനെ പറ്റിയും ഈ ക്വാണ്ടം നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ഇൻഫോർമേഷനും ക്വാണ്ടം നമ്പർ പ്രൊവൈഡ് ചെയ്യും. ഏത് ഷെല്ലാണ് ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത്, ഏത് സബ് ഷെല്ലാണ് ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത്, ഇതിന്റെ എനർജി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വാണ്ടം നമ്പേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തരും. 4 ടൈപ്പ് ക്വാണ്ടം നമ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി എഴുതാൻ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അടുത്ത ഡോട്ട് ഇട്ടിട്ട് quantum numbers ഞാൻ Qn എന്ന് എഴുതുകയാണ്. Quantum numbers are used to explain size, shape and orientation of orbital. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. In short quantum numbers are the address of electron എന്ന് എഴുതാം. ഇപ്പൊ നമ്മുടെ അഡ്രസ് പറയുന്നത് എന്താ? നമ്മൾ ഇന്ന സ്ഥലത്ത്
അല്ല നമ്മള് ഇന്ന എന്താണ് വീട്ടിലെ ഇന്ന ആളുടെ മകനാണ് ഇന്ന സ്ഥലത്ത് ഇല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഫുൾ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ തരുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ് ഓഫ് അഡ്രസ് ഓഫ് എന്താണ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് there are four quantum numbers. There are four quantum numbers. There are four quantum numbers. ഞാൻ Qn എന്ന് എഴുതുന്നുള്ളേ. Quantum numbers. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ട് എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നല്ല പേരല്ലയോ? അല്ലെങ്കിൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്ന് പറയും. പഠിച്ചോണം, അത് രണ്ടും പേര് പഠിച്ചോണം. ആംഗുലാർ ക്വാണ്ടം നമ്പർ. മൂന്ന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നാല് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ. എഴുതിയല്ലോ. ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ Qn എന്ന് എഴുതുകയാണ്. അങ്ങനെ എഴുതല്ലേ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ n ആണ്, സ്മോൾ ലെറ്റർ n. നമ്മൾ അവിടെ മറ്റേ എനർജി ലെവൽ വരച്ചപ്പോൾ n = 1 n = 2 എന്ന് കൊടുത്തില്ലേ? ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ n നെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതായത് എത്രാമത്തെ ഷെല്ലാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ ഇത്രാമത്തെ സബ് ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലിലെ ഇത്രാമത്തെ സബ് ഷെല്ലാണ് ആ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അല്ല ഒന്നാമത്തെ ഷെല്ലിലെ ഇത്രാമത്തെ ഷെൽ. അപ്പൊ n = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? n 1 ആണെങ്കിൽ അതിനർത്ഥം അത് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ കാര്യമാണ് പറയുന്നതെന്നാണ് അതിനർത്ഥം. ഓക്കെ. ഇനി ഒന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലാണ്, അതിന് എനർജി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എഴുതിക്കോ. പോസിബിൾ ഒരു ഡോട്ട് എഴുതിക്കോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് തരാം, 5 മാർക്കിന് ചോദിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിൽ. പോസിബിൾ വാല്യൂസ് ആണ്. നിങ്ങൾക്ക് തന്നെ പറയാം. എന്താ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, എക്സെട്ര. 4 ഏതിനൊക്കെയാ? 4 K, L, M and N shell respectively. നമുക്ക് അത്ര പഠിക്കാനുള്ളൂ. and N shells respectively. ശരിയല്ലേ? 1 എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അത് K shell ആണ്. respectively. ശരിയല്ലേ? ആണോ? ആണ്. പറഞ്ഞോ. M കഴിഞ്ഞിട്ടുണ്ട്. കേട്ടില്ല. M കഴിഞ്ഞിട്ടുണ്ട്. K, L, M and N shells respectively. Thank you, sir. അടുത്ത എന്താ എഴുതാം? ഇത് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ രണ്ട് ഇൻഫോർമേഷൻ ആണ്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് എനർജി തരും. നമ്മൾ n = എന്ന് പറയുമ്പോൾ E = 1 എന്ന് E1 n = എന്ന് പറഞ്ഞ് എഴുതിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല? നീ ക്ലാസ്. അതായത് നമ്മൾ ഷെല്ല് വരച്ച സമയത്ത് ഓർക്കുന്നുണ്ടോ? ഈ n = 1ന്റെ കൂടെ E1 E2 E3 എന്നോട് എഴുതിയായിരുന്നു. എഴുതിയില്ലായിരുന്നോ? ഓക്കെ. അപ്പൊ അത് രണ്ട് കാര്യം. It gives two information regarding electrons. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിയെ പറ്റി. രണ്ട് പൊസിഷൻ അല്ല. രണ്ടെന്ന് പറയുന്നത് സൈസ് ഓഫ് ഓർബിറ്റ് or distance of electron from the nucleus. Distance of electron from the nucleus.
പൊസിഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൊസിഷൻ പറയുമോ? ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ്. ഈ രണ്ട് കാര്യമാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, N 1 2 3 K ഷെൽ L ഷെൽ M ഷെൽ N ഷെൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയോളൂ. രണ്ടാമത്തേത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിനെ ഈ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്നും ചിലതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എഴുതണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ വേറെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇല്ലേ? ഓക്കെ, അപ്പം സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്നും പറയും. ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ L ആണ്, സ്മോൾ ലെറ്റർ L. അല്ല, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ ഇതൊന്നും കണ്ടുപിടിച്ചു, മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്കിയോ, സ്മോൾ ലെറ്റർ അല്ല. ഓക്കെ, ഇവിടെ നോക്കിയോ, അതിനകത്ത് ഒരു ഡോട്ട് എഴുതുക. It can have values. It can have values from 0 to n minus 1. 0 തൊട്ട് n minus n എന്ന് പറഞ്ഞാൽ എന്താ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂവിൽ നിന്നും 1 മൈനസ് ചെയ്യുന്ന വാല്യൂ വരെ അതിനെന്ത് 0 തൊട്ട് അവിടെ വരെ വാല്യൂ വരെ. അതെന്താന്നുള്ള കാര്യം പറഞ്ഞത് തൽക്കാലം അത് എഴുതിയിട്ടോ, ഞാൻ കണക്ക് ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം, മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി it gives two informations regarding electrons. ഒന്ന് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം. രണ്ട് എന്ന് പറയുന്നത് സബ് ലെവൽ. അതായത് സബ്ഷെൽ ഏതാണുള്ളത് ഇതാണ് പറയുന്നത്, സബ് ലെവൽ. ഇനി ഒരു ചെറിയൊരു ബോക്സ് പോലെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇത് ഞാൻ പറഞ്ഞിട്ട് വരച്ചാണ്, നോക്കിയോ. അതായത് ഇത് എല്ലിന്റെ വാല്യൂ അനുസരിച്ച് ഏത് സബ് ലെവലിലാണ് ആ ഇലക്ട്രോൺസ് പെടുന്നതെന്നാണ് പറയുന്നത്. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലായിരിക്കും പെടുന്നത്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി സബ്ഷെല്ല്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി സബ്ഷെല്ല്. എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എഫ് സബ്ഷെല്ലായിരിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ഇലക്ട്രോൺസ് എസ് സബ്ഷെല്ലായിരിക്കും ഇരിക്കുന്നത്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി ഓർബിറ്റലായിരിക്കും, പി സബ്ഷെൽ, ഓർബിറ്റൽ ഓർ സബ്ഷെൽ എന്തായാലും. 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ 0 to n minus 1 വാല്യൂ എങ്ങനെ വന്നെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അത് ഇത് എഴുതിക്കോ, ഇവിടെ വരച്ചു. ഏതാണ്? സ്മോൾ. ഓക്കെ, ഇനി നോക്കിയോ, ഇതിന്റെ മറ്റേ ആ മുകളിലത്തെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ബോർഡ് എക്സാം അല്ല, മറ്റേ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഇത്ര എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, അത് നിങ്ങൾ വേണമെങ്കിൽ താഴോട്ട് എഴുതി എടുത്തോണം. അതായത് ഈ n1 ആണെങ്കിലും n1 ആണെന്ന് വിചാരിച്ചു. അപ്പം എല്ലിന്റെ വാല്യൂ എവിടെ ആയിരിക്കും? എല്ലിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞത് 0 to n minus 1 വരെയാണെന്ന് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്തുവാ, ഈ കേസിൽ 0 to 1 minus 1 എന്ന് പറഞ്ഞാൽ 0. അതിനർത്ഥം എന്താ, 0 to 0 എന്നർത്ഥം. 0 to 0 എന്ന് പറയുമ്പോൾ 0. അപ്പം 0, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ, അതിന്റെ സബ്ഷെൽ എന്താ, എസ് ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് 1s എന്ന് പറയും. ഇനി if എന്നിന്റെ വാല്യൂ നിങ്ങൾക്ക് 2 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്താവും? എല്ലിന്റെ വാല്യൂ 0 to n minus 1 വരെയാണ് വരുന്നത്. അപ്പം 0 to n minus 1 എന്ന് പറയുന്നത് എന്താ? 0 to 2 minus 1. അപ്പോൾ ഈസിക്കൽ എത്രയാ? 1. അപ്പം 0 to 1 എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഉണ്ട്? 0യും 1ഉം അല്ലേ? അപ്പൊ 0 ആണ് s ന്റെ വാല്യൂ എങ്കിൽ അവിടെ ഏതാ സബ്ഷെല്ല്? s. എത്രാമത്തേലായിരിക്കുന്നത്? 2s. 1 എന്ന് പറയുമ്പോഴത്തേക്കും സബ്ഷെല്ലിന്റെ വാല്യൂ എത്രയാ? p. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് റെപ്രസെന്റ് ചെയ്യും? 2. അപ്പം n 2 ആകുമ്പോൾ അവിടെ രണ്ട് സബ്ഷെല്ല്. ഇനി if n is equal to 3, n is equal to 3 ആണെങ്കിൽ l ന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to n minus 1 ആണ്. അതായത് 0 to 3 minus 1 ആണ്. 0 to 2 ആണ്. 0 to 2 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അതിന്റെ സബ്ഷൻ ഏതാ? 0 എന്ന് പറയുമ്പോൾ s ആണ്. മൂന്നാമത്തെ ആയതുകൊണ്ട് 3s. 1 എന്ന് പറയുമ്പോൾ p ആണ്. അപ്പോൾ 3p. 2 എന്ന് പറയുമ്പോൾ എത്രയാ? 3d എന്ന് വരും. ഓക്കേ. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷൻ ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട്. s ഉണ്ട്, p ഉണ്ട്, d ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 3s, 3p, 3d. ഇനി നാലാമത്തെ if n is equal to 4 ആണെങ്കിലോ? n is equal to 4 ആണെങ്കിൽ l ന്റെ വാല്യൂ 0 തൊട്ട് n minus 1 വരെ ഉണ്ട്. അപ്പം 0 തൊട്ട് 4 minus 1 വരെ ഉണ്ട്. അതായത് 0 തൊട്ട് 3 വരെ. 0 തൊട്ട് 3 വരെ എത്ര വാല്യൂ ഉണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അല്ലേ? അങ്ങനെയാണെങ്കിൽ 0ക്ക് s, നാലാമത്തെയാണ് 4s. 1ന് p, നാലാമത്തെയാണ് 4p. 2ന് d, നാലാമത്തെയാണ് 4d. 3ന് f, നാലാമത്തെയാണ് 4. അതിനർത്ഥം നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഷെല്ലിന്റെ എണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഉദാഹരണം ഇതൊരു ന്യൂക്ലിയസ്, ഒരു സൈഡ് മാത്രമേ വരയ്ക്കുന്നുള്ളേ. ഇത് ഫസ്റ്റ് ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ, ഇത് തേർഡ് ഷെൽ, ഇത് ഫോർത്ത് ഷെൽ. ഈ സബ്ഷെൽ ഞാനൊരു കളം പോലെയൊന്നും അല്ല ഇരിക്കുന്ന സബ്ഷെല്ല്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കളം പോലെ വരയ്ക്കാം. കണ്ടോ? ഇത് കെ ആണ്. കെയിൽ എത്ര സബ്ഷെൽ ഉണ്ട്? കെയിൽ എത്ര സബ്ഷെൽ ഉണ്ട്? കെയിൽ n is 1s മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് 1s. എല്ലി വരുമ്പോഴത്തേക്കും എത്ര ഉണ്ടാവും? 1s ഉണ്ട്, p ഉണ്ട്. p ശരിക്കും 3, അതായത് 3 കളർ. അടുത്ത സെഷനിൽ പറയാം. ഇത് 2s ഉം ഇത് 2p ഉം. അടുത്തതിന് എന്തുണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, അതേപോലെ തന്നെ 3d ഉണ്ട്. നാലാമത്തെ എന്താ? 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഇങ്ങനെയാണ് ഷെല്ലിന്റെ അകത്ത് സബ്ഷെൽ. ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലാകാൻ വേണ്ടി അതിന്റെ ഒരു ഡയഗ്രാം വരച്ചെന്ന. അതിന്റെ ഷേപ്പ് ഒക്കെ വേറെ, ഓരോന്ന് വേറെ വേറെ. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഷേപ്പ് ഒക്കെ വരച്ച് ഭയങ്കര കൺഫ്യൂഷൻ. ഷേപ്പ് നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത സെഷനിൽ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക്. എന്ത് 0? n 0 വരുവാണെങ്കിൽ ഇല്ല. n 0 വരുവാണെങ്കിൽ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചാലോ. n 0 വന്നിട്ടില്ല, ഇനി വന്ന് തൊട്ടേ ഉള്ളൂ വാല്യൂ. അതുകൊണ്ടല്ലേ അവിടെ പറഞ്ഞു n can have values from എന്താ 1 2 3 4 എന്ന്. മനസ്സിലായി? നീ അവർ കണ്ടുപിടിക്കാത്ത കാര്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കണം, നീ കണ്ടുപിടിച്ചു, പ്രശ്നമില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞോ. ഒന്നും കൂടെ പറഞ്ഞുതരാമോ? ഷെല്ലിന്റെ എവിടെ മോനെ പറയണം? ആ ഷെല്ലിന്റെ ഇപ്പൊ ഈ പറഞ്ഞതോ, ഈ വരച്ചതോ? ആണ് സാർ, ആണ്. ഓക്കെ. അതായത് നമ്മൾ ഇവിടെ നോക്കിയേ, എന്നിന് 1 കൊടുത്തപ്പോ അതിനർത്ഥം അത് കെ ഷെല്ലാന്ന് അർത്ഥം. ശരിയല്ലേ? കെ ഷെല്ല്. കെ ഷെല്ലാകുമ്പോൾ എന്നിന്റെ വാല്യൂ നമുക്കറിയാം 0 തൊട്ട് n minus 1 വരെ. കെ ഷെല്ലിൽ n വാല്യൂ 1 ആണെങ്കിൽ ഇത് 0 തൊട്ട് n minus 1 എന്ന് പറയുമ്പോൾ 1 minus 1 0. 0 തൊട്ട് 0 വരെ എത്ര വാല്യൂ ഉള്ളൂ? ഒരു വാല്യൂ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് എൽ വാല്യൂ എന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ എസ് ആ. അതിനർത്ഥം അവിടെ എത്ര ഓർബിറ്റിലുണ്ട്? ഒരു ഓർബിറ്റിലേ ഉള്ളൂ എന്നർത്ഥം. അത് 1s. ഇനി എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലാവും, അത് എൽ ഷെല്ലാവും. എൽ ഷെല്ലിലാകുമ്പോൾ എന്താണ് മറ്റേ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എൽ 0 to n minus 1 വരെ വരാം. 0 to n ന് വരെ 2 കൊടുത്ത് 2 minus 1, അതായത് 2 minus 1 1. അതായത് 0 തൊട്ട് 1 വരെ വരാം. 0 തൊട്ട് 1 വരെ എത്ര നമ്പറുകളുണ്ട്? 0യും 1ഉം. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ഷെൽ എസ്, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ഷെൽ പി എ. അപ്പൊ അത് രണ്ടാമത്തെ ഷെല്ലിലായതുകൊണ്ടാണ് 2s ഉം 2p ഉം കൊടുത്തിരിക്കുന്നത്. ഇനി എന്നിന്റെ വാല്യൂ 3 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്താവാം? 0 തൊട്ട് n minus 1 വരെ ആവാം. 0 തൊട്ട് 3 minus 2, 0 തൊട്ട് 2. 0 തൊട്ട് 2 വരെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അതിനർത്ഥം അവിടെ s ഓർബിറ്റലും p ഓർബിറ്റലും d ഓർബിറ്റലും ഉണ്ട്. 3 വിത്ത് റെപ്രസെന്റേഷൻ ഓഫ് 3. 3p 3s 3p 3d.
4 കൊടുക്കുമ്പോൾ അവിടെ 4 എണ്ണം വരും. അതിനെ ഞാൻ ഓരോ ഷെല്ലിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുക. എന്താ, ഇത് ന്യൂക്ലിയസ് ആ, ഫസ്റ്റ് ഷെല്ല്. കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. എന്താ, 1s. എൽ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? എൽ ഷെല്ലിൽ 2s ഉണ്ട്, 2p ഉണ്ട് ഇല്ലേ? എം ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഇവിടെ ആയിരിക്കുന്നത്. എൻ ഷെല്ലിൽ എത്ര ഉണ്ട്? 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഷെല്ലിലല്ല ശരിക്കും ഇരിക്കുന്നത് ഇലക്ട്രോൺ, ഷെല്ലിന്റെ ഉള്ളിൽ സബ് ഷെല്ലിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ, താങ്ക് യു. ഓക്കെ, അടുത്ത ഹെഡിങ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എഴുതിക്കോളൂ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പേഴ്സ് ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ മാഗ്നറ്റിക് സ്പിന്നും ഉണ്ട്, അത് രണ്ടും പഠിപ്പിച്ചിട്ട് നിർത്താം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ നോക്കിക്കോളൂ, ഇറ്റ് വാല്യൂസ് ranging from -L to +L, including 0. അതേപോലെ തന്നെ അതിന്റെ ടോട്ടൽ വാല്യൂ ഇറ്റ് ക്യാൻ ഹാവ് 2l plus 1 value. അടുത്തത് it gives the direction of orientation of electrons in a subshell. ഡയറക്ഷൻ ഓഫ് ഓറിയന്റേഷൻ. ഇപ്പൊ അങ്ങോട്ടായിരിക്കും ഓറിയന്റേഷൻ, ആ ഓറിയന്റേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഉള്ളതാണ് അത് വരുന്നത്. ഒരു ഓറിയന്റേഷൻ കാണുമല്ലോ, ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അതിപ്പോ സ്പിൻ വരുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കൂ, ഇനി ഇവിടെ ഞാനൊരു ടേബിൾ വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, ടേബിൾ വരയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ഇവിടെ എൽ വാല്യൂ, ഇവിടെ എം വാല്യൂ. ഇതിന്റെ എമ്മിന്റെ ടോട്ടൽ വാല്യൂ എന്താ? 2l plus 1 വാല്യൂ അല്ലേ? ശരിയല്ലേ? 2l plus 1 വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് ആണെങ്കിൽ എൽ വാല്യൂ എന്താ? 0. അങ്ങനെയാണെങ്കിൽ എം വാല്യൂ എന്താ? എം എവിടെ തൊട്ട് എവിടെ വരെ വരാന്നാ പറഞ്ഞത്? -L to +L വരാന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് 0, എല്ലിന് 0 ആണെങ്കിൽ -0 to +0 അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? 0 ഉള്ളൂ. അപ്പം ഇവിടെ എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? 2 into 0 plus 1. അപ്പൊ എത്ര? 1 വാല്യൂ. ശരിയല്ലേ? 0 എന്ന് പറഞ്ഞാൽ 1 വാല്യൂ, ഒരു ഒറ്റ വാല്യൂ ഉള്ളൂ. ഇനി ഇത് എസിന്റെ അവിടുന്ന് പി ആവുന്ന സമയത്ത് എൽ വാല്യൂ 1 ആണ്. അപ്പൊ അവിടെ എത്ര? -1 തൊട്ട് +1 വരെ. അപ്പം -1 0 +1 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര? ഇവിടെ മൊത്തം എത്ര വാല്യൂ? 3 വാല്യൂസ് വരണം. അതെങ്ങനെ വരും? നമുക്കറിയാം 2 into 1 plus 1 ഈക്വൽ എത്രയാ? 3 വാല്യൂസ്. കണ്ടോ? മൊത്തം 1 2 3 വാല്യൂസ്. ഇനി ഡിക്ക് എന്താണ്? ഡിക്ക് 2 ആണ്. അങ്ങനെയാണെങ്കിൽ -L to +L വരെ ആണെങ്കിൽ എന്താ? -2 തൊട്ട് +2 വരെ 5 വാല്യൂസ്. -2 -1 0 +1 +2 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 into 2 plus 1 മൊത്തം 5 വാല്യൂസ്. 5 വാല്യൂസ് കൂടെ ഉണ്ടല്ലോ, ഉണ്ട്. ഇനി എഫിന് എത്രയാ? എഫിന് 3 വാല്യൂസ്. അപ്പൊ എന്തെന്ന് വരും? -3 -2 -1 0 +1 +2 +3 അല്ലേ? അപ്പൊ എത്ര വാല്യൂ ഉണ്ട്? 2 into 3 plus 1 ഈക്വൽ എത്രയാ? 7 വാല്യൂ. ഓക്കെ ആണല്ലോ? എഴുതിയിട്ടോ. ഇനി ഒരു കാര്യം കൂടെ എഴുതിയിട്ടോണം.
അപ്പം എസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓർബിറ്റലേ ഉള്ളൂ. ഓർബിറ്റൽ ഇതിന് 3 ഓർബിറ്റൽ ഉണ്ട്. ഇതിന് 5 ഓർബിറ്റൽസ് ഉണ്ട്. ഓർബിറ്റൽസ് അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഓർബിറ്റൽസ് ഉണ്ട്. ഇതിന് ഓർബിറ്റൽസ് മീൻസ് ഓറിയന്റേഷൻ ആണ്. ഇത്ര ഓറിയന്റേഷൻ. ഇതിന് 7 ഓർബിറ്റൽസ് ഉണ്ട്. അതും കൂടെ എഴുതി വെച്ചു. പെട്ടെന്നാണ് കഴിഞ്ഞു. ഇനി ഒറ്റ ക്ലാസ് കൂടെ ഉള്ളൂ. അടുത്ത ക്ലാസ് കൂടെ നമുക്ക് ചാപ്റ്റർ പോകും. ഏതാ? കുറെ ദിവസം എടുത്തായിരുന്നു. ഞാൻ കുറെ നാൾ വന്നില്ലായിരുന്നു. ഈ ചാപ്റ്ററിന്റെ 10ാമത്തെ ക്ലാസ്സാണ്. പെട്ടെന്ന് എനിക്ക് ഒരു ക്വാണ്ടം നമ്പർ കൂടെ പഠിപ്പിച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാം. അതുകൂടെ ഉള്ളൂ. ഓക്കെ, ഇനി സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് മോഡ് ഹെഡിങ് എഴുതിക്കോ. സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. ആ ഇലക്ട്രോണിന്റെ സ്പിൻ കണ്ടുപിടിക്കുന്നത് ഈ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ്. അതായത് ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഒരു ഡോട്ട് എഴുതുക. ഇലക്ട്രോൺസ് can spin either clockwise, either in clockwise or anti-clockwise direction. അടുത്തത് it can have values plus half, അത് spin up എന്ന് പറയും, and minus half, അത് spin down എന്ന് പറയും. അത് നമ്മൾ ഒരു ഓർബിറ്റലിനകത്ത് ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്പിൻ അപ്പും സ്പിൻ ഡൗണും. ഒരു കട്ടക്കകത്ത് 2 ഇലക്ട്രോൺസ് കാണും എപ്പോഴും. ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺ, അതിന്റെ ഒരു ഇലക്ട്രോൺ സ്പിൻ അപ്പും ഒരു ഇലക്ട്രോൺ സ്പിൻ ഡൗണും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.